തരരിനാല. നമ്മുടെ ചെറുപ്പ് കാണാൻ കൊടുക്കുന്നില്ലല്ലോ. അറേ കനകം, നമ്മുടെ ചെറുപ്പ് എവിടെ? അവിടെ ഉണ്ട് അണ്ണേ. ആ, നമുക്ക് നമ്മുടെ ചെറുപ്പ് കിട്ടി. നമ്മൾ വിചാരിച്ചു ഭുവനൻ്റെ പട്ടി ആ ചെറുപ്പ് കടിക്കാൻ കൊടുത്തു എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പാണ് അവളെ പീസാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം മറക്കാൻ കൊടുക്കരുത് കേട്ടോ. നമ്മൾ വൈകിട്ട് വരുമ്പോൾ നിനക്ക് ലഡുവും ലലേബിയും എല്ലാം മേടിച്ചുകൊണ്ട് വരാൻ കൊടുക്കാം. നീ അത് തിന്നുന്ന കണ്ട് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ഇറങ്ങട്ടെ, നമ്മൾ ഹോട്ടൽ വരെ ഒന്ന് പോയിട്ട് വരാൻ കനകം. ഓ എൻ്റെ തിരുമൽ ദേവാ, തരരിനന ലലര ഗഗമഭഗ. ഇതെന്ത് പണ്ടാറമാണ്? എൻ്റെ തിരുമൽ ദേവാ, എവിടെ നോക്കിയാൽ ഈ ഒരു കുന്ത്രാണ്ടം മാത്രമാണല്ലോ കാണാൻ കൊടുക്കുന്നത്. ഇതടിച്ചാൽ നമുക്ക് ഇത്ര സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ലല്ലോ എൻ്റെ തിരുമൽ ദേവ. നമ്മുടെ വിഷമം മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടാവും, നോക്കാം. എടാ ഒന്ന് വാട, ഞാൻ എന്തോരം നേരെ എവിടെ ഇരിക്കണം. എന്നാൽ പോയപ്പോൾ ഒന്ന് വിളിച്ചിട്ട് പോകാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യും? ഇവനോട് ചോദിച്ചാൽ ചിലപ്പോൾ സാധനം കിട്ടും. ഒന്ന് ചോദിച്ചാലോ? അറേ ആ ബ്രോ, ശരി ഞാൻ അപ്പോൾ വിളിക്കാം. ആ എന്തായി? ഏട്ടോ പണ്ടാറും താനും തന്നെ ഒറ്റയ്ക്കിരിക്കാൻ കൊടുക്കും. നമ്മുടെ സുഹൃത്തുക്കളെ അവരോരോ വഴിക്ക് പോയേക്കും. ഞാൻ ഒരു ചെറുതടിക്കാൻ എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എടോ, തനിക്ക് ഞാൻ പൈസ കൊടുക്കാൻ തരാം. എന്തിന്? 2 എണ്ണം അടിക്കാൻ. ഇയാളടിക്കുക? എടോ, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സംഭവം തുടങ്ങാൻ കൊടുക്കുകയാണ്. എങ്കിൽ അടിപൊളി തീരുമാനം. ഇതൊക്കെ നേരത്തെ തുടങ്ങണ്ടായിരുന്നു. എടോ, ഓരോരുത്തരും കുടിച്ച് കിടക്കുന്നത് കാണാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തൊരു സമാധാനം കൊടുക്കാൻ കിട്ടുന്നു. ശരിയാ. അത് കാരണം കാശ് നിനക്ക് തരാം. പക്ഷെ അതിൽ നിന്ന് 2 എണ്ണം നമുക്ക് തരണം. അങ്ങനെയാണെങ്കിൽ 3 അടിച്ചോ? എന്നാൽ നമ്മൾ കാശ് തരാം. നടക്ക്. സാധനം മേടിക്കാൻ കൊടുക്കോ? ഗൂഗിൾ പേ ആണ്. അത് കുഴപ്പമില്ല. നമ്പർ വേണം. പോയിട്ടുണ്ട്. ഓക്കെ. എന്നാൽ ഞാൻ പോയി മേടിച്ചിട്ടേ. വേഗം പോട്ടോ എൻ്റെ തിരുമൽത്താവാ. നമ്മളിവിടെ കാട്ടി നിൽക്കാൻ കൊടുക്കാം. വേഗം പോയിട്ട് വാ. വേഗം. ആരാണ് കണിയാണ്? വേഗം പോയിട്ട് വരും. പെട്ടെന്ന് സാധനം കൊടുക്കാൻ പറ്റുമോ? എന്തോ നേരം വേണം. ഇപ്പൊ തന്നെ കഴിക്കാൻ കൊടുക്കണം. പോട്ടെ, വണ്ടി പോട്ടെ എൻ്റെ തിരുമൽ ദേവാ, പോട്ടെ. കാക്ക ഇടാ, നിങ്ങൾ സ്ഥിരം ഇവിടെയാണ് ഇരിക്കാൻ കൊടുക്കുന്നത്. നല്ല ബെസ്റ്റ് സാധനം. ഞങ്ങൾ സ്ഥിരം ഇരിക്കണത് ഇവിടെയാണ്. ഇങ്ങനൊരു ഗോഡൗൺ സെറ്റപ്പ് കൂടെ ഉള്ളത് കാലക്ക് നല്ല സൗകര്യം. ആ മേടിക്കാൻ കൊടുത്ത സാധനമുണ്ടല്ലോ, അത് നല്ല അടിപൊളി സാധനമായിട്ട്. അത് പിന്നെ ഞാൻ നല്ലതല്ലേ മേടിച്ച് തരുവുള്ളൂ. ആദ്യമായിട്ടല്ലേ കമ്മത്ത് കഴിക്കണേ. ഇതെനിക്ക് പണ്ടാറുമാട്ടോ. അപ്പം നമ്മൾ നല്ലത് കഴിക്കണം. കമ്മത്ത് എൻ്റെ ദൈവം. കറക്റ്റ് സമയത്താണ് കമ്മത്തവള് വന്നത്. നമ്മളെന്ത് ദൈവമാട്ടോ, നമുക്കൊരാഗ്രഹം തോന്നി, അതിന് പറ്റൊരാളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നീ എങ്ങനെ സാധനം മേടിച്ചടിക്കുമെന്ന് ഓർത്തിരുന്ന എൻ്റെ മുമ്പിൽ സ്വിച്ച് ഇട്ട പോലെയല്ലേ കമ്പത്ത് വന്ന് പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ ആ മുട്ടോളം വെള്ളമുള്ള തോട്ടിൽ മുങ്ങിച്ചത്ത് കാണിച്ചു കൊടുത്തേനെ ഈ നാട്ടുകാർക്ക്. എടോ, തന്നോടൊരു കാര്യം കേൾക്കാൻ കൊടുക്കട്ടെ? പറഞ്ഞോ. നമ്മുടെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്തവർ. ആരോട് പോകാൻ പറഞ്ഞു? നമുക്ക് ജീവിതത്തിൽ സന്തോഷമാണ് വലുത്. വൈകിപ്പോയി, ഒത്തിരി വൈകിപ്പോയി. അവിടെ നമ്മൾ ഈ നട്ടുച്ച സമയത്ത് താരാട്ട് പാട്ട് കേൾപ്പിച്ചുറക്കാൻ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സത്യസന്ധത നിങ്ങൾ നോക്കണം. ശരിയാ സമ്മതിക്കും. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം നമ്മളിങ്ങനെ തല കറങ്ങുന്ന പോലെ. അതാണ് ഇതിൻ്റെ ഒരു പവർ. നമ്മൾ ഇനി ഇത് സ്ഥിരം പരിപാടിയാക്കാനുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്രം ഡെയിലി കൂടാം. വേറെ ആരോടും പറയണ്ട. ഇല്ല, നമുക്ക് ഡെയിലി കൂടാന്നേ. എൻ്റെ തിരുമൽ ദേവാ, എടോ തനിക്ക് ഫാമിലി ഇല്ലാത്തൊരു വലിയൊരു അനുഗ്രഹമാടോ. പക്ഷെ അതെനിക്കൊരു ദുഃഖ. അതെന്താണോ താൻ അങ്ങനെ പറയാൻ കൊടുക്കുന്നത്? കമ്മത്തിനറിയോ, എൻ്റെ കൂടെ നടന്നവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും പെണ്ണും കെട്ടി പിള്ളേരുമായി. വീട്ടിൽ തലയ്ക്ക് സ്വയമില്ല. എന്നാ കെട്ടണേയും ജോലിയുണ്ട്.
ഇത് തന്നെയാട്ടോ നമ്മുടെ അവസ്ഥ. 18-ാം വയസ്സിൽ നമ്മൾ കല്യാണം കഴിക്കാൻ കൊടുത്തു. 18 വയസ്സിലാ? ഹോ, നമുക്കിപ്പോൾ 52 വയസ്സുണ്ട്. ഇത്രയും കൊല്ലം നമ്മൾ ആ മാറാണ്ട് ചുമക്കാൻ കൊടുത്തില്ല കേട്ടോ. എല്ലാം തിരുമൽ ദേവന്റെ കാരണം കൊണ്ടാണ്. സമ്മതിക്കണം. ഇതാരാ? കൂട്ടുകാരെങ്കിലും ഹലോ. ഇതെന്ത് പണ്ടാറമാണ്? ആ പലപ്പോഴും പാൽപ്പായസം. ആ ഓ എടാ, അത് ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ പുള്ളിനൊന്ന് വിളിച്ചിട്ടങ്ങ് ചെന്നാൽ മതി. തിരുമൽ ദേവ ഇതെന്ത് ഓക്കേ. പണ്ടാറമാണ്? ഓക്കെ. ജഡോ പണ്ടാറം. ആ ജഡോ എന്ത് പണ്ടാറമാണ് ഇത്? അത് ലോഷൻ, പക്വസ് ചെയ്യുന്ന ലോഷൻ. നമ്മുടെ നെഞ്ച് ആള് കത്തുന്നുട്ടോ. നമ്മൾ അമ്പലപ്പുഴ ആർക്ക് കുടിച്ചാ? കുടിക്കാൻ കൊടുത്താട്ടോ. ഓ എൻ്റെ പൊന്ന് കമ്മത്തെ, എന്റെ തിരുമൽ ദേവ. ഞാനേ ആരെങ്കിലും ഒന്ന് ഞാൻ hospital ഉള്ള കൊടുക്കണോ? ഈശ്വരാ, ഇതാണ് പറഞ്ഞ അങ്ങനെ കയം കാണിക്കരുത്. അയ്യോ എന്റെ തിരുമൽ ദേവ.